നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ സമയം വേണ്ട. സിപിഎമ്മിലെ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞ മനു തോമസിന് നേരെ കൊലവിളി നടത്തിയ ആകാശ് തില്ലങ്കേരിയുടെ വാക്കുകളാണ് ഇത്. TP കൊല്ലപ്പെടുന്നതിന് മുൻപുള്ള അതേ സാഹചര്യമാണ് ഇപ്പോൾ കണ്ണൂരിൽ ഉള്ളത്. ആകാശ് തില്ലങ്കേരി മനുവിനെതിരെ കൊലവിളിച്ച് രംഗത്ത് വരാൻ കാരണമുണ്ട്. P. ജയരാജനും മനു തോമസും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പരസ്പരം കുറിപ്പുകളിട്ട് ഏറ്റുമുട്ടിയിരുന്നു. P. ജയരാജനെതിരെ പറഞ്ഞതിന്റെ പൊള്ളലിലാണ് ആകാശ് കളത്തിലിറങ്ങിയത്. മനുവിനെ തീർക്കാൻ ജയരാജൻ പറഞ്ഞിട്ട് ആകാശ് തില്ലങ്കേരി സ്കെച്ചിട്ടുവെന്നാണ് പരക്കെ വാദം വരുന്നത്. ഷുഹൈബ് വധക്കേസിലെ പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വലിയ സമയം വേണ്ട എന്നും കൂടെയുള്ളവർക്കും മാധ്യമങ്ങൾക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നുമാണ് ആകാശ് തില്ലങ്കേരി കൊലവിളി നടത്തിയത്. അതും ഫേസ്ബുക്കിലായിരുന്നു ഈ കൊലവിളി. റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റിന് താഴെയിട്ട കമന്റിലായിരുന്നു പ്രതികരണം. കഴിഞ്ഞ ദിവസം P. ജയരാജനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് മനു രംഗത്ത് വന്നതിന് തൊട്ട് പിന്നാലെയാണ് ആകാശ് തില്ലങ്കേരി ഭീഷണിയുടെ സ്വരവുമായി രംഗത്ത് വന്നത്. ക്വട്ടേഷൻ സംഘങ്ങളും പാർട്ടി നേതാക്കളും തമ്മിലുള്ള ബന്ധമെന്ന ആരോപണം വീണ്ടും ചർച്ചയായതിനു പിന്നാലെ ഫേസ്ബുക്കിൽ P. ജയരാജനും മനു തോമസും ഏറ്റുമുട്ടിയിരുന്നു. ആരെയെങ്കിലും ലക്ഷ്യമിട്ട് തെറ്റായ ആരോപണം ഉന്നയിച്ചാൽ പാർട്ടി കൂട്ടുനിൽക്കില്ല എന്നും തിരുത്തേണ്ടത് മനു തോമസ് ആണെന്നുമായിരുന്നു ജയരാജന്റെ പോസ്റ്റ്. ജില്ലാ കമ്മിറ്റി അംഗമായതിനു പിന്നാലെ വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന നിർദ്ദേശം മനു പാലിച്ചില്ല എന്നും ഒരു വിപ്ലവകാരിയുടെ പതനം മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് CPM വിട്ടതുകൊണ്ടെന്നും ജയരാജൻ വിമർശിച്ചത്. തൊട്ടു പിന്നാലെ തന്നെ ജയരാജനെതിരെ കുറിക്കുകൊള്ളുന്ന പ്രതികരണവുമായി മനു തോമസും ഒരു കുറിപ്പിട്ടിരുന്നു. താങ്കൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സംവാദത്തിന് തുടക്കമിട്ട സ്ഥിതിക്ക് മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണ് താങ്കൾ ചെയ്യുന്നത്. ഉന്നത പദവിയിലിരുന്ന് പാർട്ടിയെ പലവട്ടം ഇതുപോലെ പ്രതിസന്ധിയിലാക്കിയ ആളാണ് താങ്കൾ. ഓർമ്മയുണ്ടാകുമല്ലോ പലതും. താങ്കളുടെ ഇന്നത്തെ അവസ്ഥ പരമദയനീയവുമാണ്. താങ്കൾ സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റ് പാർട്ടിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തുടങ്ങിയതുകൊണ്ട് എന്തായാലും നമുക്കൊരു സംവാദം തുടങ്ങാം. ക്വാറി മുതലാളിമാർക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന താങ്കളുടെ പാടവവും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടങ്ങളും എല്ലാം നമുക്ക് പറയാം. ഈ അടുത്ത് പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചർച്ച നടത്തിയതടക്കം എല്ലാം ജനങ്ങൾ അറിയട്ടെ. പാർട്ടിക്കറിയാത്ത ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല. താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പണിയെടുത്ത് തിന്നുന്നതാണ് എനിക്കിഷ്ടം. അതായത് P. ജയരാജനെ വലിച്ചു കീറി ഒട്ടിക്കുന്ന തരത്തിലായിരുന്നു മനുവിന്റെ പ്രതികരണം. ഈ കുറിപ്പാണ് ആകാശ് തില്ലങ്കേരിയെ പൊള്ളിച്ചത്. കാരണം PJ ആർമിയുടെ തലവനാണല്ലോ ഈ ആകാശ് തില്ലങ്കേരി. സത്യത്തിൽ ഇത്തരത്തിലൊരു കൊലവിളിയൊക്കെ നടത്താൻ മാത്രം ഈ ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ഗുണ്ടകൾ, തറ ഗുണ്ടകൾ ആരാണ്? പാർട്ടിക്ക് എന്താണ് ഇവന്മാർ? സത്യത്തിൽ ഈ പാർട്ടി തന്നെയാണ് ഇവന്മാരെയൊക്കെ ഇങ്ങനെ വെച്ചു വാഴിച്ചത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? പാർട്ടിക്കും തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുകയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ. അതേസമയം പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തോട് മുതിർന്ന സംസ്ഥാന സമിതി അംഗമായ P. ജയരാജൻ കൊമ്പുകോർത്തതിൽ CPMനുള്ളിൽ ശക്തമായ രോഷമാണ് പൊട്ടുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ P. ജയരാജന്റെ ഇടപെടൽ അനാവശ്യമായി എന്നാണ് വിലയിരുത്തൽ. ഇതിപ്പോൾ P. ജയരാജന് തന്നെയാണ് തിരിച്ചടിയായിരിക്കുന്നത്. കൊട്ടേഷനും സ്വർണ്ണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നത്തെ ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ ആശീർവാദത്തോടെയാണെന്നാണ് മനു തോമസ് ആരോപിച്ചിരിക്കുന്നത്. ഇതിന് മറുപടിയെന്നോണമാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മനുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് P. ജയരാജൻ വിവാദത്തിൽ കക്ഷി ചേർന്നത്. ഇതോടെ മനു തോമസ് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുകയാണ്.